ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശിവഭഗവാന് 3 ദിവസം ഈ പറയുന്ന ഒരു കാര്യം അതെന്താണെന്ന് പറയുന്നുണ്ട്. തുടർച്ചയായിട്ട് ചെയ്താൽ ഭഗവാൻ എന്ത് കാര്യവും സാധിച്ചു തരും. ഇപ്പം നിങ്ങൾക്കൊരു കേസ് വർഷങ്ങളായിട്ട് തീരാത്തൊരു കേസുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് ന്യായവും ഒക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ ഈ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമാക്കി തരുമെന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ഡൈവോഴ്സ് അത്യാവശ്യമാണ്. അങ്ങനെ ഡൈവോഴ്സിന് ചിലപ്പം ഒരു കക്ഷി സമ്മതിക്കുന്നില്ല, ഡൈവോഴ്സ് വേണം, ഇത് ചെയ്താൽ നടക്കാത്ത കാര്യം നടത്തി തരും ഭഗവാൻ. പക്ഷെ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം വേണമെന്ന് മാത്രം. പിന്നെ ചിലർക്ക് ഒരു ഡൈവോഴ്സിൻ്റെ വക്കി വന്ന ഒരു കാര്യം അവർക്ക് ഒന്നിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും താല്പര്യമുണ്ട്, എന്നാൽ ചില കാര്യങ്ങൾ കൊണ്ട് ഡൈവോഴ്സിൻ്റെ വക്കി അവർ വന്നു, അവർക്ക് ഒന്നിച്ച് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇത് ചെയ്തു ഒന്നിച്ചു പോയവരുണ്ട്. അത് ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരു തൊഴിലായിക്കോട്ടെ, സാമ്പത്തിക ഉയർച്ചയായിക്കോട്ടെ, ഏത് കാര്യത്തിനും 3 ദിവസം ശിവനെ തുടർച്ചയായിട്ട് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഭഗവാൻ എന്തോ സാധിച്ചു തരും. അത് ഞാൻ ഇന്ന് ശിവരാത്രിയാണ്. ഇന്ന് ശിവരാത്രിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, കാരണം ശിവരാത്രിയെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഏറ്റവും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു കാര്യമാണ്. എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കാം. ഞാനീ പറയുന്ന ഒരു കാര്യം 3 ദിവസം തുടർച്ചയായിട്ട് ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ ലളിതമായ കാര്യമാണ്. 1 രൂപ ചെലവില്ലാതെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്ന കാര്യമാണ്. അതെന്താ 1 രൂപ ചിലവില്ലാതെ സമർപ്പിക്കാവുന്ന? കേട്ടു നോക്കുക. 1 രൂപ ചിലവില്ലാതെ ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് 1 രൂപ ചിലവില്ലാതെ ചെയ്യാം. അപ്പം ഇതെന്ന് പറയാൻ കാര്യം ശിവഭഗവാന്റെ ഏറ്റവും ഭഗവാൻ എന്തും സാധിച്ചു തരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് ശിവരാത്രി കൂടി ആയതുകൊണ്ടാണ് ആ ഒരു പുണ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം എല്ലാവരിലേക്കും എത്തട്ടെ. നിങ്ങൾക്ക് എന്ത് കാര്യം സാധിച്ചു കൊടുക്കാം. അത് പറഞ്ഞു തരുന്നത്. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞ് ഭദ്രകാളിയുടെ ഒരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ മക്കളായിക്കോട്ടെ ഏറ്റവും നല്ല ഉയർച്ചയിലെത്താനും അവരേറ്റവും മിടുക്കന്മാരാകാനും നിങ്ങൾക്ക് 1 രൂപ ചിലവില്ലാതെ വീട്ടിൽ ഇരുന്ന് അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു ഭദ്രകാളി വിദ്യ ഇതുവരെ പറയാത്തതാണ്. അപ്പോൾ അത് നിങ്ങളുടെ മക്കളെ ഏറ്റവും മിടുക്കന്മാരായി തീരും. മാത്രമല്ല നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ളവരുമായിരിക്കും. മക്കൾ മിടുക്കന്മാരായ മാത്രം പോരാ, അച്ഛനമ്മ നോക്കുന്നവരായിരിക്കണം, നന്മയുള്ളവരായിരിക്കണം. അതും ഉണ്ടാകുമെന്നുള്ളതാണ്. നന്മയും ഉണ്ടാകും, മിടുക്കന്മാരുമാകും. പിന്നെ ചില ക്ഷേത്രങ്ങളുടെ രഹസ്യങ്ങൾ പറയുന്നുണ്ട്, കുറേ ക്ഷേത്രങ്ങളുടെ രഹസ്യം പറയുന്നുണ്ട്. അത് നിങ്ങൾ മുഴുവൻ കാണണം. കാരണം ഇനിയും ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോയിൽ ഞാനിനി പറയില്ല. കുറേ ക്ഷേത്രങ്ങളുടെ രഹസ്യം പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണണം. അതിൽ 5 മിനിറ്റ് ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിക്കോട്ടെ, അരമണിക്കൂറായിക്കോട്ടെ, 1 മണിക്കൂറായിക്കോട്ടെ, 2 മണിക്കൂറായിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, അവിടെ സമയമല്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം മാറ്റിയിരിക്കും. ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയിട്ടുണ്ട്, നടക്കാത്ത കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് എത്രയോ ആളുകളുടെ ജീവിതം തിരുത്തി എഴുതിയ, ജീവിതം മാറ്റിയ കാര്യമാണ്. 24 മണിക്കൂറിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ അതിൽ കൂടുതൽ എന്നാണേലും വീഡിയോ വരത്തില്ല, ഏറിപ്പോയാൽ. നിങ്ങൾ ഇതിന് ഈ കാര്യങ്ങൾ അറിയാൻ ചെലവഴിച്ചാൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ, എനിക്ക് യാതൊരു സംശയമില്ല, ജീവിതം മാറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല, ഉറപ്പാണ്. കാരണം അതുപോലെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ക്ഷമയോടുകൂടി ഒരു അരമണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ശിവരാത്രി ആയതുകൊണ്ടാണ് ഇത്രയും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഇത്രയും പുണ്യമായ കാര്യം പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ മിസ് ചെയ്യരുത്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇത് പറഞ്ഞു തരാൻ തന്നെ എനിക്കെന്ത് സ്ട്രെസ് ഉണ്ടെന്നറിയോ. എന്തെല്ലാം ഒരു ത്യാഗങ്ങൾ സഹിച്ചേ പറഞ്ഞു തരുന്നറിയോ. അപ്പോൾ നിങ്ങളത് പ്രയോജനപ്പെടുത്തണം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതാരും പറഞ്ഞു തരത്തില്ല, അതുപോലുള്ള കാര്യങ്ങളാണ്. മുഴുവൻ കാണണം. അപ്പം ഞാൻ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ഞാൻ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് നോക്കുന്നത്. ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യണമെന്ന് പറയാം. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും. മാത്രമല്ല ഞാൻ ഫ്രീ ആകാറില്ല ഒരിക്കലും. മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ അത് ആ ഡേറ്റിനായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അത് അങ്ങനെ നീണ്ടു പോകും, അല്ല ഞാൻ ഫ്രീ ആകാറില്ല.
അപ്പോൾ സാഹചര്യം പറഞ്ഞു, ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, അതുപോലെ അത് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഓരോ വീഡിയോയിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഇത് പറയുന്ന സാഹചര്യം. അപ്പോൾ വാട്സപ്പ് അതിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഇടുക. എനിക്ക് പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. അല്ലേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണെങ്കിലും മതി. എന്നുവെച്ചാൽ താല്പര്യമുള്ളവർക്ക്, ഒരു രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മതി. എനിക്ക് രക്ഷപ്പെടേണ്ട എന്ന ചിന്തയുള്ളവരെ നമ്മളൊന്നും പറയേണ്ട, അത് അവർക്ക് അവരുടെ വഴി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. രക്ഷപ്പെടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. ഉറപ്പാണ്, അതുപോലെ ഒരുപാട് ജീവിതം മാറിയ കാര്യമാണ്. ഈ ക്ഷേത്രങ്ങളുടെ രഹസ്യവും അവസാനം വരെ കാണണം കേട്ടോ. ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. അത് ഇനി ഇതുപോലെ ഒരു വീഡിയോ ഒരിക്കലും ഞാൻ ഇടത്തില്ല. അതുകൊണ്ടാണ് ശിവരാത്രി ആയതുകൊണ്ടാണ് ഇത്രയും നല്ല കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഈയിടെ ഒരു അവധൂതനെ കാണാൻ എനിക്ക് പറ്റി. അദ്ദേഹം സംസാരിക്കാനും അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടാകാനും അദ്ദേഹവുമായി കുറേ സമയം ചെലവഴിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. ഒരു അവധൂതൻ, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു പുണ്യമായിട്ട് കാണുന്നു, പരമേശ്വരൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പോൾ എല്ലാത്തിനും ഈശ്വരന് നന്ദി. അപ്പോൾ നിങ്ങൾക്കൂടെ എനിക്ക് ഈശ്വരൻ പല നന്മകളും തരുമ്പോൾ നിങ്ങൾക്കൂടെ ഞാൻ ആ നന്മകളൊക്കെ തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള ആരും പറയാത്ത, ഒരിക്കലും കിട്ടാത്ത ഇതുപോലെയുള്ള രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോഴേ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഈ 4 ദിവസങ്ങളിൽ വൈകുന്ന പാട് തുമ്പപ്പൂ എന്ന് പറഞ്ഞ ഇലയില്ലാതെ തുമ്പപ്പൂ പറിച്ച് ഭഗവാന്റെ നടയ്ക്ക് നേരെ നിന്ന് നിങ്ങൾക്ക് ഏത് കാര്യമാണോ നേടിയെടുക്കേണ്ടത് അത് മാത്രം പറയുക. കാരണം ഇതിന്ന് പറയാൻ ഒരു കാര്യം കൂടെ. കാരണം എൻ്റെ വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു. ആ മെസ്സേജുകളൊന്നും എപ്പോഴും ഒരു വാട്സപ്പിൽ കിടപ്പുണ്ട്, ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. അപ്പം അതിൻ്റെ ഒരു അനുഭവങ്ങൾ കൂടാണ്, അവരുടെ സന്തോഷം കൂടെ പറയുന്നത്. അത് എപ്പോഴും കിടപ്പുണ്ട്. അപ്പം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, അതായത് സാറേ എത്ര നന്ദി പറഞ്ഞാലും, അത് ഒരുപാടുണ്ട് കേട്ടോ, എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. സാറ് പറഞ്ഞ ഒരു കാര്യം ചെയ്തു. അവരുടെ കൂട്ടുകാരിക്കൊരു കേസുണ്ടായിരുന്നു. കേസെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഞാൻ ഈ തുമ്പപ്പൂവിൻ്റെ വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്ത് കേസ് ഇവർക്ക് അനുകൂലമായി. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി. അതുകൊണ്ടാണ് സാറേ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതെന്ന്. സാർ ഈ സന്തോഷം ഒന്നുകൂടെ വീഡിയോയിൽ പറയണം, എല്ലാവർക്കും അതൊരു പ്രചോദനമാകും എന്നവർ പറഞ്ഞു. ശിവരാത്രിയും കൂടെ അല്ലേ സാർ, ഇതുകൂടെ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ കുടുംബം രക്ഷപ്പെട്ടു. 4 ദിവസമാണ്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 4 ദിവസം വൈകുന്നപാട് വേണം ശിവക്ഷേത്രത്തിൽ തുമ്പപ്പൂ അല്പം മതി, ഇലയില്ലാതെ പറിച്ച് ഭഗവാന്റെ നടക്കി നിന്ന് ഭഗവാനെ മനസ്സ് ചെല്ലണം. വേണ്ട ഒരു കാര്യം പറഞ്ഞ് നടക്കി വെക്കുക. ഇങ്ങനെ ജയിലിൽ പോയവരെ അവർ ജാമ്യം കിട്ടാതെ ഉള്ളവർ ജാമ്യം കിട്ടി വെളിയിൽ വന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് അത് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഏത് കാര്യം നിങ്ങളുടെ ഭാഗത്തൊരു ന്യായവും സത്യസന്ധവും മനഃശുദ്ധിയും ഒക്കെ ഉണ്ടാവണം കേട്ടോ. അധർമ്മം ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഭാഗത്തൊരു സത്യമുള്ളവർക്കൊക്കെ ഭഗവാൻ സാധിച്ചു കൊടുത്തതായിട്ട് എനിക്കറിയാം, എൻ്റെ അനുഭവം പറഞ്ഞായിരുന്നു. അപ്പോഴിത് നിങ്ങൾക്ക് ഏത് കാര്യത്തിന് വേണ്ടിയും ചെയ്യാം. ഇത് തുമ്പപ്പൂ നടക്കി വെച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. എത്ര ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശിവരാത്രി ആയതുകൊണ്ടാണ് ഞാനിത് ഇന്ന് ഈ രീതിയിൽ പറഞ്ഞു തരുന്നത്. കാരണം ഇതിൽ പറഞ്ഞ ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ വേറെ എന്താണുള്ളത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് തുമ്പപ്പൂ. അത് അറിയാവുന്നവർക്കറിയാം. ഇത് വൈകിട്ടാണ്, അതായത് ശനി, ഞായർ, ശനിയാഴ്ച വൈകിട്ട്, ഞായറാഴ്ച വൈകിട്ട്, തിങ്കളാഴ്ച വൈകിട്ട്, ചൊവ്വാഴ്ച വൈകിട്ട് ഈ 4 ദിവസങ്ങൾ അടുപ്പിച്ച് വെക്കുക. അതുപോലെ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയവർ ഒന്നിച്ച അനുഭവങ്ങളുണ്ട്. അവർ ക്രിസ്ത്യൻസാണ്. എൻ്റെ വീഡിയോ കണ്ട് അവർ ജയിക്കുമോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അവരാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതിന് ഇനി ചെയ്യിച്ചാണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതിൽ അവരുടെ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയത് ജീവിതം ഇന്നും നന്നായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് പണ്ടെപ്പോഴും അത് കുറേ വർഷമായി മെസ്സേജ് ചെയ്ത്. ഞാൻ ആ ഇടയ്ക്ക് വീഡിയോയിൽ അത് പറയുകയും ചെയ്തായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഭഗവാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇനിയും പറയാൻ പോകുന്നത്, പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, എൻ്റെ മക്കൾ പഠിക്കാൻ മോശമാണ്, എൻ്റെ മകൻ അല്ലെ മകൾക്കൊരു ഉയർച്ചയില്ല. അതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അച്ഛനും അമ്മയും കൺകണ്ട ദൈവമാണ്. അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഗുരു, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈശ്വരൻ. കാരണം അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നമ്മളില്ല, അവരിലൂടെയാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കൺകണ്ട ദൈവങ്ങളാണ്. അപ്പം അച്ഛനോ അമ്മയോ മക്കളുടെ ചെവിയിൽ വെള്ളിയാഴ്ച സൂര്യോദയത്തിന് മുമ്പ് ശിവ ശിവ എന്ന് ജപിച്ചിട്ട് ഇടതു ചെവിയിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ, വലതു ചെവി പൊത്തി ഇടതു ചെവിയിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇത് ഒരു തവണ ജപിക്കുക. എന്നിട്ട് വീണ്ടും ജപിച്ച് കഴിഞ്ഞ് ശിവശിവ എന്ന് ജപിക്കുക. ഇപ്പോൾ ശിവശിവ എന്ന് ജപിക്കുന്നത് ചെവിയുടെ അടുത്ത് ജപിച്ചാൽ മതി, ചെവി പൊത്തി ചെവിക്കകത്തല്ല. ശിവശിവ എന്ന് ആദ്യം ജപിക്കണം. ചെവിക്കകത്ത് വലതു ചെവി പൊത്തി ഇടതു ചെവിയിൽ സർവമംഗളമംഗല്യേ ചെറിയ ശബ്ദത്തിൽ മതി, കേൾക്കാവുന്ന രീതിയിൽ ജപിക്കുക വാ കൊണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ വാ ചെവിയിൽ നിന്ന് മാറ്റിയിട്ട് തന്നെ ശിവശിവ എന്ന് ജപിക്കുക. അപ്പോൾ ചെവി ജപിക്കുന്ന സർവമംഗളമംഗല്യം മാത്രമാണ് കേട്ടോ. അപ്പോൾ ശിവശിവ അതിന് മുമ്പും പിമ്പും ജപിക്കുന്നതേ ഉള്ളൂ, എല്ലാം വാ കൊണ്ടാണ് ജപിക്കുന്നത്. ഈ ഒരു വിദ്യ ചെയ്താൽ ഇത് ഒരു വെള്ളിയാഴ്ച ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ അല്ലെങ്കിൽ 3 മാസത്തിൽ 6 മാസത്തിൽ ഒരിക്കൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വെള്ളിയാഴ്ച ഇത് അമ്മയ്ക്കോ അച്ഛനോ കുട്ടികളുടെ ചെവിയിൽ ഇത് മന്ത്രിച്ചു കൊടുക്കുക. അതൊരു മന്ത്രമാണ്, അതൊരു വിദ്യയാണ്. അവനൊരിക്കലും ഒരിടത്തും പരാജയപ്പെടത്തില്ല. ചെയ്ത് നോക്കിക്കോ, ഇതാരും പറഞ്ഞു തരത്തില്ല. ആരും ഒരാളും നോവൺ ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ ശിവരാത്രി ആയതുകൊണ്ടാണ് ഈ ശിവരഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടി ഏറ്റവും മിടുക്കനായിട്ട് വരും, ഏറ്റവും മനുഷ്യസ്നേഹിയായിട്ട് വരും. അവനെക്കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി എല്ലാം അമ്മയിലാണ്. അമ്മ കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ശിവനെയും വിളിക്കുന്നു കേട്ടോ. അമ്മ ദേവി കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളൂ. ദേവിയിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇന്ന് ഈ എല്ലാ അനുഗ്രഹങ്ങളും കഴിവുകളും ജ്ഞാനശുദ്ധിയും ഒക്കെ നേടിയ സിദ്ധന്മാരാണെങ്കിൽ പോലും അവർ ദേവിയെ പ്രീതിപ്പെടുത്തിയിട്ടാണ് ശിവൻ്റെ വിദ്യ അവർക്ക് കിട്ടുന്നത്. പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ തന്നെയാണ് എത്രയോ വർഷമായിട്ട് ദേവിയെ ഉപാസിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ശിവൻ്റെ ജ്ഞാനം എന്നിലേക്ക് വന്നത്. അപ്പം ദേവിയിലാണ് എല്ലാ രഹസ്യം ഇരിക്കുന്നത്. ദേവിക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന. ദേവിയാണ് ആദ്യം വിളിക്കേണ്ടത്. ദേവിയെ മറന്നൊന്നും ചെയ്യരുത്. ദേവിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഇതാണ് ഏറ്റവും അറിയേണ്ട കാര്യം. വിദ്യ, ജ്ഞാനം, ഇതെല്ലാം ഉറവിടം ദേവിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ 1 രൂപ ചിലവില്ലാതെ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. കുട്ടി നല്ല പ്രായമുള്ളവർക്കും ചെയ്തു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അവൻ ഏറ്റവും മിടുക്കനായിട്ട് വരും. അവനെ ഒന്നും, കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ആ മന്ത്രം അവൻ്റെ ചെവിയിൽ കിട്ടുമ്പോൾ അതവന് സിദ്ധമായി. അതിനപ്പുറത്തൊരു വിദ്യയില്ല. കാരണം അച്ഛനും അമ്മയും കൺകണ്ട ദൈവമാണ്. അപ്പം ഇത് ഒരു അത്ഭുത വിദ്യയാണ്. ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ പറയുന്ന കാര്യം ഇനി ഒരിക്കലും ഞാൻ പറയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ 5 അരമണിക്കൂറല്ല 3/4 മണിക്കൂറല്ല എത്രയാണേലും ആവശ്യമുള്ളവർ മുഴുവൻ കാണും. പിന്നെ എന്നോട് ചോദിക്കരുത് അതെന്നാ ഇതെന്നാ, എനിക്ക് ആ വീഡിയോ കാണാൻ പറ്റിയില്ല, അങ്ങനെ ഇങ്ങനെ ഒന്നും ചോദിക്കരുത്. ഞാൻ പിന്നീട് ഇത് പറഞ്ഞു തരത്തില്ല. എങ്ങനെ ചോദിച്ചാലും ആവശ്യമുള്ളവർ വീഡിയോ കാണുക കേട്ടോ. അതിനാ ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. വീഡിയോ കാണാതെ ചുമ്മാ എന്നോട് എപ്പോഴും സംശയം ചോദിക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീഡിയോ വിശുദ്ധമായിട്ട് പറയുന്നുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക കേട്ടോ. ചിലർ കാണത്തില്ല, എന്നിട്ട് ചുമ്മാ എന്നോട് എപ്പോഴും വാട്സപ്പ് ഓരോ ചോദിച്ചോളൂ. അപ്പോൾ അത് അല്ല, നിങ്ങൾക്ക് വേണ്ടി ഇത്ര വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് ഈ ശിവരാത്രി ദിനത്തിൽ അതെല്ലാം നിങ്ങളിലേക്ക് എല്ലാവരിലേക്ക് എത്തട്ടെ. ഇനിയും ഉയർന്ന ഒരു ജോലി. ഇപ്പോൾ ഇന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഒരു ആൾ. അതെല്ലാം വാട്സപ്പിൽ കിടപ്പുണ്ട്, ഡിലീറ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എപ്പോഴും കിടപ്പുണ്ട്. ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അതായത് UK ഞാൻ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്തു അവരുടെ കുട്ടിക്ക് ജോലി കിട്ടി. ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത ശമ്പളമുണ്ട്. 1.25 ലക്ഷം രൂപ. ഇതൊരു സന്തോഷമാണ്. ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സന്തോഷം, കോടി സന്തോഷം. എല്ലാ ഈശ്വരൻ്റെ മഹത്വം. ഞാൻ ചില വഴികൾ പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടും നിങ്ങളുടെ വിശ്വാസവും ഭക്തിയും ഒക്കെ കൊണ്ടാണ് എല്ലാത്തിനും ഈശ്വരനും എന്നോട് പറഞ്ഞതിനും നിങ്ങൾക്കും ഒരു സ്നേഹം, നന്ദി എല്ലാം പറയുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്.
പിന്നെ വേറൊരാൾ മെസ്സേജ് ചെയ്ത് അവരുടെ ആ കേസ് ജയിച്ച കാര്യം അതിനാ തുമ്പപ്പൂ സമർപ്പിച്ചു. അവർ ഒരുപാട് നന്ദി പറഞ്ഞു. സാർ എന്നിട്ട് പറഞ്ഞ് ശിവരാത്രി ദിനത്തിൽ അത് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കും, ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും, അവർക്കും അവരെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അവരുടെ നല്ല മനസ്സിനും. അല്ല ഇതുപോലൊരു കാര്യം എന്നെ ഇന്ന് ഓർപ്പിച്ചാൽ അവരുടെ നല്ല മനസ്സിനും നന്ദി. ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും. കാരണം ചിലർ കേസ് നടത്തി നശിക്കുന്നവരുണ്ട്, കുടുംബം ഉൾപ്പെടെ. അപ്പം ഒരു നമുക്ക് അനുകൂലം അവരുടെ ജീവിതം രക്ഷപ്പെട്ട ആ കേസ് വിജയിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവരുടെ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്ത് കൂട്ടുകാരിയുടെ കാര്യമാണ് പറഞ്ഞത്. കൂട്ടുകാരിക്ക് വേണ്ടിയാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. അപ്പം ഞാൻ അവരുടെ വാട്സപ്പിൽ ഇട്ട് അവർ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ അതിനുള്ള പരിഹാരം തുമ്പപ്പൂ അവരുടെ വാട്സപ്പിലായിട്ട് കൊടുത്തു, അവർ കൂട്ടുകാരിക്ക് എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണെന്ന് പറഞ്ഞത്. അവരുടെ ജീവിതം അവർ ജീവിച്ചിരിക്കുന്നത്, രക്ഷപ്പെട്ടത്, അവരുടെ ആ ജീവിതം തന്നെ തിരിച്ചു പിടിച്ചത് ഈ ഒരൊറ്റ വഴിപാടാണെന്ന് പറഞ്ഞു. അതുപോലെ സന്തോഷമുണ്ടെന്നാണ് അവർ. ഒന്നും ആലോചിക്കുക. എന്നിട്ട് അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്, സാറ് ജീവിതമല്ലേ തിരിച്ചു പിടിച്ചത്, സാറ് ഞങ്ങൾക്ക് ഈശ്വരനെ പോലെ. ഈശ്വരൻ മാത്രമാണ്, ഞാൻ ആരുമല്ല. ഞാനൊരു വഴി പറഞ്ഞതേ ഉള്ളൂ, ഒരു ഗൈഡൻസ്, ഒരു വഴി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ എപ്പോഴും നന്ദി പറയുക, ആ പരമേശ്വരന് നന്ദി പറയുക. എനിക്ക് വളരെ സന്തോഷം തോന്നി, അതുകൊണ്ട് ഞാനത്. അപ്പോൾ ആ വിദ്യ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇനിയും പറയാൻ പോകുന്ന കാര്യം ചില ക്ഷേത്ര രഹസ്യങ്ങളാണ്. മുഴുവൻ കേൾക്കണേ. ഇനി ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയില്ല കേട്ടോ. അത് സമയം എത്രയെന്നുള്ളതല്ല, നിങ്ങളെ മനസ്സിലാക്കിയെടുക്കുക, കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തിയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഇനിയും ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നവരുടെ കാര്യമാണ്. അപ്പം നമ്മൾ ചില ക്ഷേത്രങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തണം. ഇപ്പം നമ്മളിപ്പം ഒരു ടൂറ് പോലെ, ഇതിപ്പം നിങ്ങളൊരു ടൂറ് പാക്കേജിന് കൂടെ പോകരുത്. നിങ്ങൾ വണ്ടി പിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ കുടുംബക്കാർ വണ്ടി പിടിച്ച് ഒരു ടൂറായിട്ട് പോകും. ടൂറായിട്ടല്ല, ഒരു ക്ഷേത്ര ദർശനം, പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി നമ്മളൊരു ടൂറ് പാക്കേജിൻ്റെ കൂടെ പോയാൽ അത് നമുക്ക് ശരിയായിട്ട് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ക്ഷേത്രങ്ങൾ ഒന്നും കണക്ട് ചെയ്യാൻ പോകാൻ പറ്റുമെന്നിരിക്കില്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊരു വണ്ടി കാര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് മതി, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മതി, അറേഞ്ച് ചെയ്ത് നിങ്ങൾ കുടുംബമോ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോ അങ്ങനെ കുറച്ച് പേര് കൂടി ഒരു ചെറിയ വണ്ടി വല്ലതും പിടിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ പോകാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട, അതിലൊന്ന് കേട്ടിരിക്കുക, ഗുണം കിട്ടും. അപ്പോൾ അങ്ങനെ ചില ക്ഷേത്രങ്ങളുണ്ട്, കണക്ട് ചെയ്ത് പോകണം. ഞാനിവിടെ കുറേ ക്ഷേത്രങ്ങളുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ എടുക്കുക, 3, 4, 5 അല്ലെങ്കിൽ 3 നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ എടുക്കുക. എന്നിട്ട് ആ ക്ഷേത്രങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറിയിരിക്കും. അതുപോലെ അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി അത്തരം പ്രത്യേകതയുള്ള ചില ക്ഷേത്രങ്ങളാണ്. അത് എനിക്ക് ചില ബോധ്യമുള്ള കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന ക്ഷേത്രം ഗുരുവായൂരാണ്. ഗുരുവായൂർ ഏറ്റവും ഭഗവാൻ, അത് ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അത് വൈകുണ്ഠം തന്നെയാണ്. ഭഗവാൻ അവിടെ പ്രത്യക്ഷത്തിൽ ഓടിക്കളിക്കുകയാണ്. ഒരുപാട് അനുഭവമുണ്ട്. ഇപ്പം ഗുരുവായൂർ നിങ്ങൾ ക്ഷേത്രം ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. പിന്നെ അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ അവിടെ വഴിപാട് പറഞ്ഞ് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു നിവൃത്തിയില്ലാത്തവർ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപാട് അനുഭവമുണ്ട്. അമ്പലപ്പുഴ ക്ഷേത്രം, അതായത് ആലപ്പുഴ അമ്പലപ്പുഴ, ദൂരെ നിന്ന് വരുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അമ്പലപ്പുഴ ക്ഷേത്രം കേട്ടോ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും മതി. അമ്പലപ്പുഴ. പിന്നെ ആറന്മുളയും അപാര ഭഗവാന്റെ ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവർ ആ റൂട്ട് നിശ്ചയിക്കുമ്പോൾ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ റൂട്ട് നിശ്ചയിച്ചോണം. ഞാനീ പറയുന്ന ഓർഡറിലൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം ഞാൻ പറയുന്നത് തൃശ്ശൂരാണെങ്കിൽ ഒരെണ്ണം പത്തനംതിട്ടയായിരിക്കും. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സൗകര്യത്തിൽ റൂട്ട് നിശ്ചയിച്ചോണം. ഞാനിത് ഓർഡറിലൊന്നും അല്ല പറയുന്നത് കേട്ടോ. അപ്പം ആറന്മുള ക്ഷേത്രം അപാരമായ ഭഗവാന്റെ അനുഗ്രഹമുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം, അത്ഭുത ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്. ഇനിയും പറയാൻ പോകുന്നത് ഗുരുവായൂർ നിങ്ങൾ ദർശനം നടത്തി കഴിയുമ്പോൾ മമ്മിയൂർ അതിൻ്റെ അടുത്ത് തന്നെയാണ് ശിവപാർവതി ക്ഷേത്രം, അവിടെയും ദർശനം നടത്തണം. പിന്നെ വൈക്കം മഹാദേവ ക്ഷേത്രം
അത്ഭുതകരമായി ഭഗവാന്റെ അനുഗ്രഹമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ, ഭഗവാന്റെ സാന്നിധ്യം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഏതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രം. ഇതൊക്കെ എനിക്ക് ചില അനുഭവങ്ങൾ ഭഗവാൻ തരുന്ന ചില ഉൾക്കാഴ്ചകളെ അടിസ്ഥാനത്തിൽ പറയുന്നത്. എനിക്ക് അനുഭവമുള്ളതും എനിക്ക് ഭഗവാൻ കാണിച്ചു തരുന്ന ചില കാര്യങ്ങളുമാണ് നമ്മൾ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഭഗവാൻ തരുന്ന കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ പറയുന്നത്. അതിനൊക്കെ ഓരോ കാരണമുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ അനുഭവമുള്ള ആ ക്ഷേത്രങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ എനിക്കതല്ലേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. എനിക്ക് ബോധ്യമുള്ള, എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നിലയിലാണ് പറഞ്ഞത്. എനിക്ക് അതുപോലെ ഉറപ്പുള്ള, അതുപോലെ നിങ്ങളുടെ ജീവിതം മാറുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ചില അത്ഭുത ശക്തിയുള്ള ചില പുണ്യക്ഷേത്രങ്ങളാണ്. ഇതുവരെ മറ്റുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതും ശക്തിയുള്ളതാണ്. പക്ഷേ ഇത് എനിക്ക് അനുഭവമുള്ള, എനിക്ക് ഭഗവാൻ എനിക്ക് ജ്ഞാനത്തിൽ തരുന്ന, ഞാൻ ശിവനിൽ ലയിച്ചിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ചില ജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് പറയുന്നത് കേട്ടോ. വൈക്കം പറഞ്ഞല്ലോ, വൈക്കം മഹാദേവ ക്ഷേത്രം. ഏറ്റുമാനൂരിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കൈലാസം തന്നെയാണത്. പിന്നെ മലയാലപ്പുഴ ദേവീക്ഷേത്രം. അവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അവിടെ ദേവിയുടെ അപാരമായ ശക്തിയുണ്ട്. അതോടൊപ്പം അവിടെ സ്വയംഭൂ ശിവലിംഗമുണ്ട്. ആ സ്വയംഭൂ ശിവലിംഗത്തിൻ്റെ അവിടെ ഒരു കണിക്കൊന്നയുണ്ട്. അത് 365 ദിവസവും വർഷത്തിൽ പൂക്കുന്ന കണിക്കൊന്നയാണ്. അത് അത്ഭുത ശക്തിയുള്ള സ്വയംഭൂ ശിവലിംഗമാണ്. അത് ശിവൻ അവിടെ പ്രത്യക്ഷത്തിലാണ്. അത് എനിക്ക് ആ ഒരു ഉജ്ഞാനം ഭഗവാൻ അന്തർജ്ഞാനം ചെയ്യുന്നതനുസരിച്ച് ഈ പറയുന്നത്. അതുപോലെ ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പം മലയാലപ്പുഴ ദേവീക്ഷേത്രം. പിന്നെ കുറ്റൂർ, അതായത് തിരുവല്ല കുറ്റൂർ ജംഗ്ഷനിലൊരു പഞ്ചായത്തുണ്ട്. അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയെ കൂടെ കുറേ പോയി കഴിഞ്ഞാൽ പൊട്ടന്മല മഹാദേവ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. അത് മലയച്ഛനാണ്, മലനടയാണ്, ശിവനാണ്. എൻ്റെ എല്ലാ ഒരു അനുഗ്രഹങ്ങളും മലയച്ഛൻ്റെ ഒരു അനുഗ്രഹമാണ്, ശിവൻ്റെ. അപ്പോൾ അവിടെ അത്ഭുത ശക്തിയാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാനിന്ന് എന്ത് പറയുന്നു അതെല്ലാം മലയച്ഛൻ്റെ അനുഗ്രഹമാണ്. മലയച്ഛൻ എന്ന് പറഞ്ഞാൽ അനാദിയാണ്, ആദിയില്ല അന്തവുമില്ല. ശിവൻ്റെ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രതിഷ്ഠയാണ് അവിടുത്തെ. അപ്പം മലയച്ഛനെ കണ്ട് തൊഴുക. മലയച്ഛന് ഇഷ്ടം പാൽപ്പായസം ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ വഴിപാടൊക്കെ ഉണ്ട്. അപ്പം ഞാനിന്നീ പറയുന്ന ജ്ഞാനമെല്ലാം മലയച്ഛൻ്റെ അനുഗ്രഹമാണ്, മലനടയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും ദർശനം നടത്താം. അവിടെ അന്നദാനമുണ്ട്. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യാം. മലയച്ഛന് പാൽപ്പായസം ഏറ്റവും വലിയ ഇഷ്ടമാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ദേവിയുടെ ഒരു നടയുണ്ട്, അവിടെയും വഴിപാട് ചെയ്യുക. അപ്പം ഭഗവാന് എന്നിലെ ആ ശിവനെ ഉണർന്നത്, അല്ലെ എന്നിലെ ശിവനെ ഞാൻ അനുഭവിച്ചത്, ഞാനെല്ലാം ആ മലനടയെന്നായിരുന്നു. മലയച്ഛൻ്റെ എനിക്ക് അതുപോലെ അനുഭവം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനീ പറയുന്ന എല്ലാ ക്ഷേത്രങ്ങളും അത് നിങ്ങൾക്ക് പറ്റുന്നിടം നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നിടം പോവുക. ഇപ്പം എല്ലായിടത്തും നിങ്ങൾ പോകണമെന്നൊന്നുമല്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക, ദർശനം നടത്തുക, കണക്ട് ചെയ്ത് പോകണം. അതായത് ഒരു പ്രാവശ്യം തന്നെ ഈ ക്ഷേത്രങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയി അടുത്ത ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ നിങ്ങൾ അതൊരൊറ്റ യാത്രയിൽ തന്നെ ഇവിടെ എല്ലാം കണക്ട് ചെയ്ത് പോകണം. അതാണ് അതിൻ്റെ രഹസ്യം. ആ ഒറ്റ യാത്ര കൊണ്ട് തന്നെ ജീവിതം മാറും. പക്ഷെ നിങ്ങളുടെ പൂർണ്ണ മനഃശുദ്ധി വേണം, ഭഗവാനെ വിശ്വാസം വേണം, അല്ലെ ദേവി വിശ്വാസം വേണം, നിങ്ങൾ ആ ഭഗവാനെ എന്നുള്ള ചിന്തയായിരിക്കണം. അങ്ങനെ കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, അപ്പോഴാണ് ജീവിതം മാറുന്നത്. പിന്നെ പറയാൻ പോകുന്നത് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. അപ്പോൾ തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യണം. അവിടെ അപാര ശക്തിയാണ്. ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു അമ്മ, സന്ധ്യാനേരമാണ്, അവരെൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, മോനെ എൻ്റെ മോള് ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലാണ്. ഞാൻ പറഞ്ഞു, സ്നേഹത്തിലാണ് കെട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഞാൻ ഈ പ്രേമമുള്ളവരുടെ ഒരു അഭിപ്രായം ഞാൻ പറയാറില്ല. അതെ, അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല, ഞാൻ അഭിപ്രായം പറയാറുമില്ല. അതൊരിക്കലും പറയത്തില്ല, അന്നും പറയത്തില്ല, ഇന്നും പറയത്തില്ല. ഇഷ്ടമുണ്ട് അവർ കെട്ടണം, അല്ലെ കെട്ടണ്ട, ഞാൻ അതിൻ്റെ അകത്തൊന്നും പറയാറില്ല. അപ്പോൾ അവർ പറഞ്ഞു, മോനെ അവർ ചെറുക്കനും പെണ്ണും 2 ജാതിയാണ്. മാത്രമല്ല ഈ വീട്ടുകാർ തന്നെ, അവരുടെ വീട്ടുകാരും മറ്റേ വീട്ടുകാരും തന്നെ എപ്പോഴും ബഹളവും കയ്യാങ്കളിയും ഒക്കെ. ഒരു പ്രാവശ്യം വെട്ട് വരെ ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല, ചെറിയ രീതിയിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴിപാട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പ്രേമമൊക്കെ അവരുടെ ഇഷ്ടം, ഞാൻ അതിനെക്കുറിച്ച് അന്നും ഇന്നും പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല അഭിപ്രായം. പിന്നെ ഇവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു വഴിപാട് പറഞ്ഞുതരാം, അത് നിങ്ങൾ വേണം ചെയ്യുക. അപ്പം ഭഗവാൻ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ചിന്തകൾ മനസ്സിൽ കൊടുക്കും.
അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു വഴിപാട് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്ക് ഒരു കദളിക്കുല കൊടുക്കാനാണ്. ഇന്ന് ഞാനത് ഓർക്കുന്നു. അവരൊരു മഴ സമയത്താണ്, ഒരുപാട് കഷ്ടപ്പെട്ടവർ. അവർ ഓട്ടോയിൽ വ്യാഴാഴ്ച രാവിലെ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം ബുധനാഴ്ച മേടിച്ച് വെച്ചു. നല്ലതായിട്ട് പഴുത്ത കദളിക്കുല, നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കണം, നന്നായിട്ട് പഴുത്തമായിരിക്കണം, ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത്. അങ്ങനെ അവർ പച്ചമരുന്ന് കടന്ന് ബുധനാഴ്ച മേടിച്ച് വെച്ചു. വ്യാഴാഴ്ച വെളുപ്പിന് ഒരു മഴ സമയത്ത് ഇവർ ഈ കദളിക്കുലയായിട്ട് ഓട്ടോയിൽ അവിടെ പോയി ഭഗവാന്റെ നടക്കി വെച്ചു. അവർ അതുപോലെ പ്രാർത്ഥിച്ചു കേട്ടോ. അവരുടെ പ്രാർത്ഥനയുടെ കൂടെ ഒരു ഫലമാണ്. അവർ ഭഗവാനെ വിശ്വസിച്ചു, അതുകൊണ്ട് അവർക്ക് ഫലം ഉണ്ടാകും. ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അത് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു കൊടുത്തത്, അല്ലാതെ കെട്ടാനോ കെട്ടാതിരിക്കാനൊന്നും ഞാനൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. പ്രേമിക്കുന്നതും പ്രേമിക്കാതിരിക്കുന്നതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അത് ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് ആരുടെയും കാര്യത്തിൽ ഒരു അഭിപ്രായം പറയത്തില്ല. അന്നും പറയത്തില്ല, ഇന്നും പറയത്തില്ല. അത് പിന്നെ ഉയർച്ചയ്ക്ക് കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ആ നിലയിൽ പറഞ്ഞു കൊടുത്തതാണ്. എന്തായാലും കൊള്ളാം, അവരുടെ പ്രാർത്ഥനയായിരിക്കാം. അത് വെച്ചു. പിന്നെ ഞാൻ പുത്തങ്കാവിലമ്മയ്ക്ക്, എൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് പായിപ്പാട് പുത്തൻകാവ്, അമ്മയ്ക്ക് കടുംബായുസ്സും രക്തപുഷ്പാഞ്ജലി ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ഒരു വഴക്കുമില്ലാതെ ഒരു ബഹളവുമില്ലാതെ ഈ ചെറുക്കനും പെണ്ണും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. അവർ പൂർണ്ണമായിട്ട് അവർ തീരുമാനിച്ച് പിന്മാറി. ഒരു വഴക്കും ഒരു ബഹളവും ഇല്ലാതെ അവർ തന്നെ സ്വയം പിന്മാറി കഴിഞ്ഞു. ഈ ചെറുക്കന് ഇംഗ്ലണ്ടിൽ ജോലിയുള്ള നേഴ്സിനെ കെട്ടി അവൻ പോയി, അവനും രക്ഷപ്പെട്ടു. ഈ കുട്ടിക്ക് നല്ലൊരു ജോലിയുള്ള നല്ലൊരു വിവാഹം നടന്ന് അവളും രക്ഷപ്പെട്ടു. ഇപ്പം രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ വിവാഹമൊക്കെ നടന്ന് സുഖമായിട്ട് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. അപ്പം എനിക്കത് ഒരുപാട് അനുഭവമുണ്ട്. അതിലൊരു ഓർത്ത അനുഭവം പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെയാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. ഭഗവാൻ എന്തും സാധിച്ചു വരും. അപ്പോൾ അത് പിന്നെ അവിടെ തൊഴുതിട്ട് വേണം തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ തൊഴാൻ. അതിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണ്, ഒരു കുറച്ചേ ഉള്ളൂ തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. അവിടെ തൊഴണം. തുകലശ്ശേരിയെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞു, അത് കൈലാസം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാനവിടെ പോയായിരുന്നു. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ അവിടെ ഈ കളഭാഭിഷേകം നടക്കുക. കളഭാഭിഷേകം നടക്കുമ്പോൾ ഒരു ഭക്തൻ, അദ്ദേഹം ആക്സിഡൻ്റായിട്ട് കോമ സ്റ്റേജിലായപ്പോൾ നേർന്നതാണ്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ ഭക്തൻ അവിടെ ഉണ്ട്, ഒരു കളഭാഭിഷേകം ചെയ്യും. അപ്പോഴാണ് ഞാൻ അവിടെ ചെന്ന് തൊടുന്നത്, തുകലേശ്വരി. അപ്പം അത് കൈലാസം തന്നെയാണ്. അപ്പോൾ അവിടെ ദർശനം നടത്തുക. ഇനിയും പറയുന്നത് നിരണം, അതായത് തിരുവല്ല നിരണം തൃക്കപാലീശ്വര ക്ഷേത്രമാണ്. നിരണം ജംഗ്ഷനിൽ നിന്ന് തന്നെ അകത്തേക്ക് ബോർഡുണ്ട്, തൃക്കപാലീശ്വര ക്ഷേത്രം. അത്ഭുത ശക്തിയുള്ള ശിവഭഗവാന്റെ ക്ഷേത്രമാണ്. 108 ശിവാലയങ്ങളിൽ ഒന്നാണ്. അവിടെ അത്ഭുത ശക്തിയുള്ള ക്ഷേത്രമാണ്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെയും ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ പുത്തൻകാവ്, പുത്തൻകാവ് ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, എൻ്റെ ഓഫീസിൻ്റെ അടുത്ത ജംഗ്ഷൻ. അപ്പോൾ അവിടെ ദർശനം നടത്തുന്നത് നല്ലതാണ്. പുത്തൻകാവിലേക്ക് ആരുടെയും ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. അത് ഒരുപാട് സ്ഥലവും വീടും പറ്റുമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇതുപോലെ തന്നെ ആക്സിഡൻ്റ് ഉണ്ടായി കോമ സ്റ്റേജിൽ ഏതോ അസുഖം ഉണ്ടായി കോമ സ്റ്റേജിൽ കിടന്നവർ അമ്മയ്ക്ക് 7 ദിവസം എണ്ണാഭിഷേകം നടത്തി തിരിച്ചു വന്ന അനുഭവങ്ങളുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളുണ്ട്. അത്ഭുത ശക്തിയുള്ള ക്ഷേത്രമാണ്. ഇനി പായിപ്പാട് പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ തൊട്ടടുത്ത തേവരനട മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ ശിവനാണ്. അത്ഭുത ശക്തിയുള്ള ക്ഷേത്രമാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭഗവാൻ അവിടെ കൂടെ നിങ്ങൾ ദർശനം നടത്തുക. പറ്റുന്ന പോലെ ചെയ്യാട്ടോ. എല്ലാവരും ചെയ്യണമെന്നോ ഒന്നുമല്ല പറയുന്നത്. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ കുറച്ച് ക്ഷേത്രങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പോകാമെന്നുള്ളത് കേട്ടോ. പലർക്കും പലതായിരിക്കുമല്ലോ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ എൻ്റെ അറിവിലുള്ള എനിക്ക് അനുഭവമുള്ള കുറേ ക്ഷേത്രങ്ങൾ പറയുന്നുള്ളൂ. പിന്നെ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ചങ്ങനാശ്ശേരി തന്നെ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ അത്ഭുത ശക്തിയുള്ള ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. അത്ഭുത ശക്തിയുള്ള ഇവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനിന്ന് ഈ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒരനുഗ്രഹം എനിക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമാണ്. ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു. എല്ലാം ഭഗവാൻ തന്ന അറിവുകളാണ്. സുബ്രഹ്മണ്യനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ വീഡിയോ വൈറലാകുന്നതും മുരുകനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഭഗവാനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഭഗവാനെ സ്മരിക്കുന്നു. പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അത് ചങ്ങനാശ്ശേരി പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അത്ഭുത ശക്തിയുള്ള. അങ്ങനെ നിങ്ങൾ പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ പെരുന്നയിൽ തന്നെ NSS സ്കൂളിന് പുറകിലായിട്ട് മാരണത്തുകാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ഭദ്രകാളി ക്ഷേത്രം. അവിടെ തെക്കോട്ടാണ് ദർശനം.
ഈ എൻ്റെ അറിവിലുള്ള ഏക ക്ഷേത്രം തെക്കോട്ട് ദർശനമുള്ള മാരണത്തുകാവാണ്. മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം വടക്കോട്ടാണ് ദർശനം. വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രം ഭയങ്കര ശക്തിയാണ്. പക്ഷെ തെക്കോട്ടുള്ള അപൂർവ ക്ഷേത്രം എൻ്റെ അറിവിലുള്ള ഏക ക്ഷേത്രമാണ്. എനിക്ക് വേറെ ക്ഷേത്രം അറിയത്തില്ല. ഇവിടെ അത്ഭുതകരമായ ദേവിയുടെ അനുഗ്രഹമാണ്. ഇവിടെ കടുംപായസം ചെമ്പരത്തിമാലയും വെച്ച് സ്വന്തമായി തൊഴിൽ ചെയ്ത് സാമ്പത്തികം ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ ഈ നാവ് കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. പിന്നെ ഇനി പറയാൻ പോകുന്ന മണ്ണാറശാല അത്ഭുത ശക്തിയുള്ള ഒരു അനുഗ്രഹമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് നാഗദേവതകളുടെ. അതുപോലെ തന്നെ വെട്ടിക്കോടും വളരെ ഒരു നാഗദേവതകളുടെ അനുഗ്രഹമുള്ള അത്ഭുത ശക്തിയുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. പിന്നെ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം, അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് ശിവാനുഭവം ഉണ്ടായത്. അവിടെ അത്ഭുത ശക്തിയുണ്ട്, ഒരു സംശയം വേണ്ട കേട്ടോ. പിന്നെ ഓച്ചിറ വല്യച്ഛൻ ഓച്ചിറ ക്ഷേത്രം, അവിടെ ഉണ്ടിക്കാവി ഇരുന്നപ്പോഴും എനിക്ക് ശിവാനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭഗവാനെക്കുറിച്ച് പറയാൻ എനിക്ക് പറയുന്നതിനപ്പുറത്താണ്. ഓച്ചിറ ആ മണ്ണിൽ കാല് കുത്തിയാൽ പോലും പുണ്യം. ആ മണ്ണിൽ അതത്ര പുണ്യമുള്ള മണ്ണാണ്, ഭഗവാന്റെ മണ്ണാണ് ഓച്ചിറ. അവിടെ ഭഗവാൻ എല്ലാമാണ്. അവിടെ ദർശനം നടത്തുന്ന ഏറ്റവും പുണ്യദായകമാണ്. പിന്നെ ഈ മലബാർ സൈഡിലുള്ള ക്ഷേത്രങ്ങളൊന്നും എനിക്കറിയില്ല. നമുക്ക് ആ അനുഭവം കാര്യങ്ങളുള്ളതേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ നല്ല ഒരു അനുഭവങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് അനുഭവമുള്ള, അല്ലെങ്കിൽ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ദർശനം നടത്താം കേട്ടോ. അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതേ ഉള്ളൂ. തിരുനെല്ലി വളരെ അത്ഭുതകരമായ ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്. മൃദംഗശൈലേശ്വരി ക്ഷേത്രം. പിന്നെ മുത്തപ്പൻ്റെ ചില ഒരു കാര്യങ്ങൾ എനിക്കറിയാം. മുത്തപ്പൻ കേട്ടോ, അതും അത്ഭുത ശക്തിയുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. പിന്നെ കോട്ടയം കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്ക് ഇടയിൽ കുറിച്ചി ഔട്ട് പോസ്റ്റ് ഉണ്ട്. കുറിച്ചിയിൽ നിന്ന് കൈനടിക്ക് പോകുമ്പം കരുമാത്ര എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, കരുമാത്ര ക്ഷേത്രം. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടും. ഇപ്പോൾ എല്ലാം കിട്ടുന്നതാണ്. കരുമാത്ര, അത് റൂട്ടും കിട്ടും. കരുമാത്ര ക്ഷേത്രം, അതായത് കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ കുറിച്ചി ഔട്ട് പോസ്റ്റിൻ്റെ കൈനടി പോകുന്ന അവിടെ കരുമാത്ര ക്ഷേത്രം. അത് അവിടെ ഇട്ടിയച്ഛൻ്റെ ഇട്ടിയച്ഛൻ്റെ അമ്മയുടെയും നാമധേയത്തിൽ ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇട്ടിയച്ഛൻ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ തന്നെ ലയിച്ചു. അദ്ദേഹത്തിൻ്റെ അവിടെ നമുക്ക് തൊഴാം. അദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്. അതുപോലെ ഇട്ടിയച്ഛൻ്റെ അമ്മയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. അവിടെ രണ്ടിടത്തും തൊഴണം. പിന്നെ സർപ്പദേവതകളുമുണ്ട്. അപ്പോൾ ഇട്ടിയച്ഛൻ പരമശിവൻ തന്നെയായിരുന്നു. പരമശിവൻ്റെ ഒരു അവതാരമായിരുന്നു. അദ്ദേഹം പരമശിവനിൽ തന്നെ ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് മിക്കവാറും കരിമാത്ര ആ ഒരു കർക്കിടകവാവിന് എനിക്ക് അവിടുന്ന് മിക്കവാറും പ്രസാദം കിട്ടാറുണ്ട്. അത് എങ്ങനെയെങ്കിലും പ്രസാദം എനിക്ക് ഇവിടെ വരും. കാരണം ഞാനും ആ ശിവനെ ലയിച്ചിരിക്കുന്ന ആളാണ്. അപ്പം അത് അനുഭവമുള്ളത് ഞാൻ ഈ പറയുന്നുള്ളൂ കേട്ടോ. എനിക്ക് പ്രത്യേക ഒരു അനുഭവമുള്ളൂ, എനിക്ക് ആ ബോധ്യമുള്ളത്. അപ്പം കരിമാത്രം അവിടെ വിശേഷ ശക്തിയുണ്ട്. കാരണം ഇട്ടിയച്ഛൻ ശിവൻ തന്നെയായിരുന്നു, പരമേശ്വരൻ്റെ അവതാരമാണ്. ഇട്ടിയച്ഛൻ്റെ മന്ത്രശക്തിയായി ഇട്ടിയച്ഛൻ നാഗരാജാവിനെ നാഗേക്ഷമയും വിളിച്ചു വരുത്തി അവിടെ കന്നിമൂലയിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. അത്ഭുത ശക്തിയാണ്. അത് ശിവൻ തന്നെയാണ് ഇട്ടിയച്ഛൻ. അത് എനിക്ക് ആ ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം അവിടെ ദർശനം നടന്ന നല്ലതാണ്. അവിടെ ഈ നാഗദോഷങ്ങൾക്കും സർപ്പദേവതകളുടെ അനുഗ്രഹത്തിനും ഒക്കെ വളരെ വിശിഷ്ടമാണ്. ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തന്നെ അറിയാം അവിടുത്തെ ഒരു ഐശ്വര്യം, അവിടെ ആ ഒരു ചൈതന്യം, വളരെ ചൈതന്യം കൂടുതലാണ്. പിന്നെ ആമയുടെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ സപ്തമാതൃക്കളുണ്ട്. അതായത് ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, പഞ്ചമി, കൗമാരി, ചാമുണ്ഡി അഥവാ ചാമുണ്ടേശ്വരി, രണ്ടും ഒന്ന് തന്നെയാണ്. സപ്തമാതൃക്കളുണ്ട്. പിന്നെ സർപ്പദേവതകളുമുണ്ട്. അപ്പോൾ ആമയുടെയും വളരെ അത്ഭുത ശക്തിയുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. അപ്പം അവിടെ ദർശനം നടത്തുന്നത് വളരെ ഐശ്വര്യദായകമാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരം കുറച്ച് ക്ഷേത്രങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. ശിവരാത്രി ആയതുകൊണ്ട്. പിന്നെ വാഴപ്പള്ളി അതായത് ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനും ഇടയ്ക്ക് വാഴപ്പള്ളി, ചങ്ങനാശ്ശേരിക്ക് അടുത്താണ്. വാഴപ്പള്ളി ദൂരെ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി പറയുന്നത്. വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം ഭയങ്കര അത്ഭുത ശക്തിയുള്ളൊരു ക്ഷേത്രമാണ്.
അവിടെ അവിടെ ഗണപതിയുണ്ട്. അവിടെ ഗണപതിക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ ഗണപതിക്ക് അപ്പം മൂടൽ വഴിപാട് ഒരാൾ നേർന്നു. ആ വ്യക്തി സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതായിരുന്നു. പിന്നീട് BSc നഴ്സിംഗ് പഠിക്കാനും ഇന്ന് വിദേശ രാജ്യത്ത് പോകാനും അപ്പോൾ അവിടുന്ന് ജർമ്മനിക്ക് ഉടനെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മാൾട്ടയിലാണ്. ജീവിതം അവരുടെ വളരെ വലിയ രീതിയിൽ മാറി. ആ ഒരൊറ്റ വഴിപാട് കൊണ്ട് അപ്പം മൂടൽ എന്ന് പറഞ്ഞ വാഴപ്പള്ളി ഗണപതിക്കുണ്ട്. അച്ചട്ട അവർ നേർന്ന കാര്യം, അവരുടെ കാര്യമെല്ലാം നടന്നു. അപ്പം അത് ഒരുപാട് അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. പിന്നെ ദർശനം നടത്തേണ്ട ഒരു വളരെ ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. അമ്മയുടെ വളരെ അത്ഭുത ശക്തിയുള്ളൊരു ക്ഷേത്രം തന്നെയാണ് ചെട്ടികുളങ്ങര അമ്മ. അതുപോലെയാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ചോറ്റാനിക്കര അമ്മ, അത് എനിക്ക് അമ്മയുടെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ചോറ്റാനിക്കര ദേവീക്ഷേത്രം ഒരു ദർശനം നടത്തേണ്ട ക്ഷേത്രം തന്നെയാണ്. പിന്നെ തുമ്പപ്പൂ സമർപ്പിച്ച് ഒരാൾക്ക് ഒരു ജാമ്യം കിട്ടാതിരുന്ന ഒരു കേസിൽ ഞാൻ തന്നെ പറഞ്ഞ് അവർ തുമ്പപ്പൂ അന്ന് 3 ദിവസം അവർ വെച്ചുള്ളൂ. പക്ഷെ അപ്പോഴത്തേനും ജാമ്യം കിട്ടിയാൽ വൈകുന്ന പാട് മഴയുള്ള ഒരു സമയം പോയി. അവരത് വളരെ ബുദ്ധിമുട്ടിയാണ് പോയത്. പ്രാർത്ഥിച്ച് ആ ഒരു ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിൽ വൈകുന്ന പാട് അടുപ്പിച്ച് ഞാൻ പറഞ്ഞ പോലെ ശനി, ഞായർ, തിങ്കൾ അങ്ങനെ 3 ദിവസമാണ് ചാർത്തി. ചൊവ്വ അവർക്ക് വെക്കുന്നതിന് മുമ്പ് അവർക്ക് ജാമ്യം കിട്ടി. അപ്പോൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും കിട്ടാത്തൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് പോയി ഇത് ചെയ്യുന്നത്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഓഫീസ് 4 കോടിയാണ്. ചങ്ങനാശ്ശേരി, പായിപ്പാട് 4 കോടി. ഈ 4 കോടിക്കും മുക്കാട്ടുപടി എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. ഈ മുക്കാട്ടുപടിക്ക് ഇടയിലുള്ളൊരു ക്ഷേത്രമാണ് ആരമല മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഈ ആരമല ക്ഷേത്രത്തിൽ ശിവനാണ്. അവിടെയാണ് തുമ്പപ്പൂ 3 ദിവസം വൈകുന്ന പാട് ഭഗവാന് സമർപ്പിച്ച് അവർക്ക് കേസിൽ ജാമ്യം കിട്ടിയത്. പിന്നെ ഇപ്പം ഞാൻ തുമ്പപ്പൂ സമർപ്പിച്ച് വീഡിയോയുടെ ആദ്യം ഒരാൾക്ക് കേസ് വിജയിച്ചെന്ന് പറഞ്ഞു. അത് അവരുടെ അടുത്തുള്ള ക്ഷേത്രമാണ്, അതവർ ദൂരെയുള്ളതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞ് അടുത്ത്, അത് പക്ഷെ ഞാൻ പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്, അവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ. അപ്പോൾ ഇത് ഞാനിവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എനിക്ക് ഇതുപോലെ ഒരു അനുഭവമുള്ള കാര്യം ആയിട്ടാണ് ഞാൻ പറയുന്നത്. ആരമല മഹാദേവ ക്ഷേത്രം അത് 4 കോടിക്കും മുക്കാട്ടുപടിക്കും ഇടയിലാണ്. അത് ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 4 കോടിക്ക് ഇടയിൽ, ചങ്ങനാശ്ശേരിക്കും 4 കോടിക്ക് ഇടയിലായിട്ട് മുക്കാട്ടുപടി കഴിഞ്ഞ് വരുന്ന 4 കോടിക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ ആണ് ആരമല മഹാദേവ ക്ഷേത്രം. അത് ഇച്ചിരി പൊക്കത്തിലാണ്. അവിടെ അത്ഭുത ശക്തിയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ചില അത്ഭുത ശക്തികളുള്ള ചില ക്ഷേത്രങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെയൊക്കെ ദർശനം നടത്തുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്ഷേത്രങ്ങളിലും ദർശനം നടത്താം. ഇപ്പം ഞാൻ എൻ്റെ അനുഭവമുള്ളതും അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നതും അനുഭവമുള്ളതുമായ എൻ്റെ മനസ്സിൽ ആ ഒരു ഭഗവാൻ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ചിന്തിച്ച ക്ഷേത്രങ്ങളാണ് പറഞ്ഞു തന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിങ്ങൾക്ക് അനുഭവമുള്ള ഏത് മഹാക്ഷേത്രങ്ങളും ഏത് ക്ഷേത്രങ്ങളും ദർശനം നടത്താം. പക്ഷേ ഈ ക്ഷേത്രങ്ങളൊക്കെ പല പല അത്ഭുതങ്ങളുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അത് സാധിക്കുന്ന പോലെയൊക്കെ ദർശനം നടത്തുക എല്ലാവരും. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് പാൽപ്പായസം. ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കദളിപ്പഴം, അതുപോലെ ജലധാര, മൃത്യുഞ്ജയാർച്ചന, വെള്ള നിവേദ്യം, ഇതൊക്കെ ഭഗവാന് വളരെ ഇഷ്ടമാണ്. അതൊക്കെ പല പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമുണ്ട്. അതുപോലെ നെയ്വിളക്ക്, അതുപോലെ ഓട്ടുവിളക്ക് മേടിച്ച് നെയ്യൊഴിച്ച് 5 തിരിയിട്ട് സമർപ്പിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. എല്ലാം കൂടെ ഒരാൾ ചെയ്യണമെന്നില്ല. ഭഗവാന് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതുപോലെ കൂവളത്ത് മാല, കൂവളത്തിലെ അർച്ചന, ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ അത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക കേട്ടോ. ഭഗവാൻ ഇഷ്ടമുള്ള ചില കാര്യങ്ങളിൽ നിന്ന് എനിക്ക് അനുഭവത്തിൽ ബോധ്യമുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ജലധാര, അതുപോലെ കരിക്കഭിഷേകം, പിന്നെ പാൽപ്പായസം വളരെ ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് ഒന്നുകൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ. പിന്നെ ശിവക്ഷേത്രത്തിൽ വൈകുന്നപാട് ദർശനം നടത്തിയാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. അതേ ദിവസവും വൈകുന്നപാട് ദർശനം നടത്തിയാൽ പെട്ടെന്ന് ഫലം ഉണ്ടാവും. പ്രത്യേകിച്ച് തിങ്കൾ, ഞായർ, ശനി, ചൊവ്വ ഈ ദിവസങ്ങളിൽ വൈകുന്നപാട് ക്ഷേത്രദർശനം നടത്തിയാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. അതുപോലെ പൗർണമി ദിവസങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. ശിവ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ശിവോഹം ശിവോഹം ശിവോഹം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതിപ്പം കുറച്ച് ഞാൻ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ, അല്ലെ അവനവന് പറ്റുന്ന സാഹചര്യം അനുസരിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും അവനവനെ കൊണ്ട് പറ്റുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ സെലക്ട് ചെയ്ത് അത് കണക്ട് ചെയ്ത് ഒരു യാത്ര തന്നെ കണക്ട് ചെയ്ത് ക്ഷേത്രദർശനം ചെയ്താൽ
വളരെ അത്ഭുതകരമായ ജീവിതം മാറിയ അനുഭവങ്ങളുണ്ട്. അത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു ഉറപ്പായിട്ടും ജീവിതം മാറുന്ന ചില കാര്യങ്ങളാണ്. ഭക്തിയോടെ വിശ്വാസത്തോടെ ചെയ്യണം. എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം ശിവോഹം.